എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദേ ഇതിന് നമ്മള് കണ്ണൂരിൽ പറയും പൂവമ്പഴം. കണ്ടില്ലേ, ഒരു ചെറിയ കൊലയാണ്. അതവിടെ കിടക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. ഇനിയുള്ളത് കാമ്പ് എടുക്കലാണ്. അത് വെട്ടാനുള്ളൊരു സാധനം എടുത്തിട്ട് വരുവാണേ, കാമ്പ് വെട്ടാൻ. വാഴ അവിടെ വെട്ടി കിടക്കുന്നുണ്ട്. ഇതാ കാമ്പ് വെട്ടാനുള്ള പരിപാടിയാണ്. വാളാണ്, ചെറിയ കത്തിയാള് പറയില്ലേ, അതല്ല. വാളെടുത്തിട്ട് കാണില്ലേ, നല്ല മൂർച്ചയുള്ള വാളാണ്. കണ്ടില്ലേ, അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. കണ്ടോ, ഒരു ഭാഗം കിട്ടി. ഇനി അതിന് കുറച്ച് ഭാഗം കൂടി നീളത്തിലെടുത്തിട്ട് തളർന്നുപോയി, അതൊന്ന് വെട്ടി വെട്ടി കറക്റ്റ് ആക്കാനുണ്ട്. ഒരു ചെറിയ പീസേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആദ്യം തന്നെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. അതും വാള് വെച്ചിട്ട് തന്നെ മുറിച്ചെടുക്കുക, പെട്ടെന്ന് കഴിയും. വാള് വെച്ചിട്ടായത് നമ്മൾ പറയാം അതിന്, അങ്ങനെയാ പറയാം. കണ്ണൂർ ഭാഷയിൽ പറയും വാളെന്ന് പറയും, ചെറിയ. അപ്പം അത് വെച്ചിട്ടാകുമ്പോൾ വേഗം കിട്ടും. തളർന്നുപോയി. ഇതൊക്കെ ഏതെങ്കിലും എന്താ പറയുക, എപ്പോഴെങ്കിലല്ലേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഒരുവിധം കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒക്കെ പാളിയൊക്കെ ഉണ്ടാവില്ല, വേണ്ട. അതൊക്കെ നമ്മൾ വലിച്ച് കളയണല്ലോ. ആ ഓ അതാ നിറയെ പാളിയുണ്ട്, ഇതൊക്കെ എടുത്ത് കളയണം ഇനി. മുറിച്ചിട്ടും കണ്ടില്ലേ, ചെറിയ ചെറിയ പാളിയിൽ തടഞ്ഞ് നിൽക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് മുറിച്ച് കഴിഞ്ഞാലേ അത് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ കരുതി അത് മുഴുവൻ അങ്ങ് എടുത്തുകളയെന്ന് വിചാരിച്ചിട്ട് അങ്ങ് എടുക്കുക. കുറേശ്ശെ കുറേശ്ശെ മുറിച്ചു, ഒരുവിധം ആയിട്ടുണ്ട്. ചില സമയത്ത് ഈ പാളിയൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴേ ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോഴും പുഴുവൊക്കെ ഉണ്ടാകും. പക്ഷെ എന്തുകൊണ്ടോ ഭാഗ്യം ഇതിലങ്ങനെ ഒരു കുഴപ്പവും കണ്ടില്ല. കണ്ടില്ലേ, അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഇതിലൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. അത് മുറിച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണെങ്കിൽ എടുക്കാൻ എളുപ്പമായിരുന്നു. പക്ഷെ അത് പറ്റുന്നില്ല, കണ്ടില്ലേ. പിന്നെയും പിന്നെ ഇതിങ്ങനെ മുറിച്ചുകൊണ്ടേ നിൽക്കേണ്ട വന്നു. അങ്ങനെ അത് കിട്ടി. ഓ, ഇനി പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി അത് ഓരോരോ കഷ്ണം ഇതിൽ നിന്ന് വാള കൊണ്ട് ഇങ്ങനെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി അതിൻ്റെ ഓരോരോ പാളികളായി കഴിച്ചെടുത്ത് കളഞ്ഞാൽ മതി. വാഴ വെട്ടുന്നതും കൊലയൊക്കെ കൊത്തി വയ്ക്കുന്നതും വലിയ പണിയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇത് ശകലം പണിയാണ്. അവിടെ ഒരു അവിടെ ഒരു കുഴിയുണ്ട്, ആ കുഴിയിലേക്ക് ഇട്ടേക്കുക. ഒരു ഗുസ്തിയാണ്, ഗുസ്തി. ഓ, ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ, ഒരു ചെറിയ കഷ്ണം ഇനിയുണ്ട് പാളി പൊളിക്കാൻ. ഇനിയും രണ്ട് ചെറുതുണ്ടായിരുന്നു, അതും കൂടി എടുത്തു കഴിഞ്ഞാലേ അത് ശരിയാവുള്ളൂ. അങ്ങനെ വാഴയുടെ കാമ്പ് വെട്ടി ഫൈനലായിട്ട് എത്തിയിരിക്കുകയാണ്.
ഓ, എന്തൊരാശ്വാസം. കണ്ടില്ലേ, ഒരു കേട് പോലെ ഇല്ല, നല്ല സൂപ്പർ. വേറെ ഒരു പ്രശ്നവും ഇല്ലാതെ നല്ല കാമ്പായി ഇപ്രാവശ്യം കിട്ടിയത്. ഇതുണ്ടോ, കണ്ടില്ലേ, കണ്ട. ഞാൻ ചെറിയ കഷ്ണേ വെട്ടിയിട്ടുള്ളൂ, അത് നല്ല സൂപ്പറായിട്ട് കിട്ടി. അങ്ങനെ വാഴ കാമ്പും കണ്ടില്ലേ, കൊലയും കണ്ടോ, കണ്ടല്ലോ. യെസ്, ഇതാണ് നല്ല അടിപൊളി കാമ്പാണ്. ഒരു ചെറിയ കൊലയും കിട്ടിയിട്ടുണ്ട്. ഓക്കേ.